വെറുതെ കിടന്ന് കൂവാ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോസ് സാറിന്റെ ബോഡി കഴിഞ്ഞിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? അവിടെയാണ് സ്റ്റാഫ് റൂം. സോറി. സാറിനകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചേട്ടനില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റിന് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാകാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാനൊരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യയാണ്. സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്. സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഉളംപാറയിലെത്താം. അവിടെ വലിയ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം.
കർത്താവിനെ ഓർത്ത് എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും പ്യൂൺ. ഏറ്റവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളവിടുത്തെ ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാര്യം പറഞ്ഞ് നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ശ്ശൂ, എന്റെ ഈശോയെ, ആരെങ്കിലും കേക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്. കേട്ടോന്ന് ചോദിക്കാ? സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ? ആ പിടിക്കും. അല്ല കറിയ ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി. എന്താ കറിയാച്ചാ? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ? ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ആ? ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്. ആഹാ. അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടഷാപ്പിൽ കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ. നീ എന്നെ പറഞ്ഞേ സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. നിങ്ങൾ എന്നാ കേട്ടെന്നാ? കേട്ടോ, ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനും നീ പറഞ്ഞില്ലേ? എന്റെ ഈശോയെ, നോവലിലുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട, ഉരുണ്ട. നീ എന്നാടി നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്. പാറേ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസോ? നീ എന്താ പറഞ്ഞേ? സ്വീറ്റ് ഡ്രീംസോ? നിന്റെ അമ്മയുടെ ഒരു സ്വീറ്റ് ഡ്രീംസ്. നീ ഒന്നോർത്തു, ഭർത്താവ് എന്ന് പറയുന്ന കൺകണ്ട ദൈവ. കല്ലാനാലും കണവൻ, പുല്ല ചൂടാനാലും പുരുഷൻ. പോയി ചോറോളം വിളി പുല്ല്. നന്ദേട്ടാ, ഇനി മതി, ഓഫ് ചെയ്യ്. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്നറിയോ? ഓ ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ട് ഇരുന്നേ. ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട, ബോറ്. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. ആ, രേഖയായിരിക്കും. ഹലോ, ആ ആരാ? ആ ഇപ്പൊ വിളിക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഓ, ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. വന്നോട്ടെ. ശോ, ഒന്ന് പോ. ട്രീസ, ഹലോ, അതെ ഞാനാണ്. ആ എന്താ തള്ളാതെ, ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ? അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാൾ അകന്നിരുന്നാലോ? എന്താ, മടുത്തോ? ഏയ് അതല്ല, ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, ഓഹോ. അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഉം. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം അമ്മായിച്ചന്റെ കൂടെ. എന്താ? അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോട് ഒരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്തു പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കുക? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഇഷ്ടല്ല. ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അതിൽ എന്തൊട്ട് കോപ്പിന് സ്വകാര്യം. ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ, അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. തള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ,
ഈ ശ്വാസം പോവേ ശ്വാസം സംസാരിച്ച പോക്ക മനസ്സിലായി ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ചെയ്ത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ. യെസ്, ഐ എം ടെല്ലിംഗ് ദ ഫാക്ട്. ഞാൻ ആരെ കമ്പനി ഇല്ലെന്നറിയാലോ. താല്പര്യമില്ലാത്തവർക്ക് പോവാം. എനിബഡി പ്ലീസ്. മൂവർ സംഘം, വാട്ട് അബൌട്ട് യു? പോകുന്നില്ലേ? നോ സർ, അറ്റൻഡൻസ് തരില്ലാന്നൊന്നും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ വലിയ ഉദാരമതിയാന്നറിയാലോ. ബട്ട് വി വാണ്ട് ടു അറ്റൻഡ് യുവർ ക്ലാസ് സർ. ഓക്കെ, ദെൻ വി വിൽ സ്റ്റാർട്ട്. ഗംഗ പ്ലീസ്. താങ്ക് യു. നന്ദു സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. സോറി, 1 സെക്കൻഡ്. ഫോൺ. ഓ, ഹലോ. യെസ്. ആ അങ്കിളാ, ഇന്ദു ക്ലാസ്സിലാ. ഞാനും അതെ. ഓ, ഓർമ്മയുണ്ട്. വരാം. ഓക്കെ, താങ്ക് യു. ആരാ? ഇന്ദുവിന്റെ അങ്കിളാ. ആര്? ഡോക്ടർ മേനോനോ? Yes. മൈ ജീസസ്, ഇതായിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തേനെ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ വയറ് കുറയ്ക്കാനുള്ള വഴിയാണെങ്കിൽ അച്ഛൻ ശാപ്പാടെന്ന് കുറച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാലും മതിയല്ലോ. അയ്യേ, അതല്ലടോ. ഏ, ദാ ഇങ്ങനെ കൈവെക്കുമ്പോ ഇവിടെ ഒരു വേദന. അതിനൊരു പോം വഴി ഞാൻ പറഞ്ഞു തരാം. എന്താ? ദാ ഇങ്ങനെ കൈ പൊക്കാണ്ടിരുന്നാ പോരെ അച്ചോ. ഇഞ്ച കുറുമ്പ് ഞാൻ. ഓരോരുത്തരുടെ തമാശകള്. ഗുഡ് മോർണിംഗ് അങ്കിൾ. കാത്ത് കാത്ത് കണ്ണ് കഴിച്ചല്ലോ. എന്തത്ര വൈകി? ദാ ഇങ്ങോട്ട് ചോദിക്കേ. കാലത്ത് മുതലേ കുത്തിപ്പൊക്കിയിട്ടാ ഇപ്പോഴെങ്കിലും എത്തിയത്. അമ്മായി എന്തേ? അമ്മായി അടുക്കളയിൽ എന്തോ വറക്ക് പൊരിക്ക് ആകെ ബിസിയാ. ബോൺവിറ്റ പാർട്ടി തുടങ്ങിയില്ലേ? സ്റ്റോക്ക് തീർന്നു. തീർന്നോ? അല്ല പേടിക്കണ്ട, ന്യൂ സ്റ്റോക്കിന് ആളെ വിട്ടുണ്ട്. ഇപ്പത്തും. ഞാൻ വറക്കാം. വേണ്ട, ഡ്രസ്സൊക്കെ ചീത്തയാവും. ഇത് ടേബിളിലേക്ക് വെക്ക്. അല്ല, ഇതെന്താ ഓണസദ്യയോ? നിങ്ങൾ വരുമ്പോഴുള്ളൂ ഇതൊക്കെ. അല്ലെങ്കിൽ മെനു വളരെ മോശ. വെരി ബാഡ്. അല്ലെങ്കിൽ ഇപ്പൊ വെച്ച് വിളമ്പി തിന്നാൻ ഇവിടെ ആരാ ഉള്ളത്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു 100 കൂട്ടം രോഗങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നില്ല. നിങ്ങൾ നോക്കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിയുള്ള ഭാഗ്യം കളഞ്ഞു കുളിക്കണ്ടെന്ന്. അമേരിക്കയിൽ നിന്ന് അളിയൻ വിളിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു. ഹണിമൂണോ? ആ, അത് തേക്കടിയിലും ഊട്ടിയിലും സിംലയിലൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലേ? എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. കിട്ടി സാർ. എന്താ അത്? അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ. ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്രാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ. മോളി എന്ന് ഡ്രസ് മാറ്. നന്നായിട്ട് ഡ്രസ് മാറില്ലേ? ഞാൻ മാറിക്കോളാം. അത് മാറിക്കോളും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂമിൽ ഉണ്ടാവും. അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. ആ പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാൻ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണത് എന്തിന്? അമ്മാവാ, ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. മൂട്. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. എടാ, ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം. എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. നന്ദേട്ടാ, എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ. നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്.
ഇന്ദുവിന് സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. നന്ദേട്ടന് തലവേദന അത്രേ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. എന്താ അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? ഓ അതൊന്നും സാരമില്ല. മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങെടുത്തേ. ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറെ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധമുണ്ട് സാർ. കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകു പോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. അതുകൂട്ടി, ആ കുടുംബ ബന്ധം തകർക്കണ്ട. അങ്ങനെ സംഭവിക്കും എന്ന് താൻ മറുപടി എഴുതിക്കോ. വേണമെങ്കിൽ ഓ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ മറിച്ചും തിരിച്ചു എഴുതിക്കോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാനേറ്റ്. സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ. ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മതംകുട്ടി, സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര പങ്ക്തി എഴുതുന്ന സൂക്ഷിച്ചു വേണം. തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവൂല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഈ ലക്കം മനസ്സുഖം വേണ്ടെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡി അല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ. ആ സൈക്കാട്രിസ്റ്റാ? എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രം തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെയും മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടറും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടൂ. അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. everybody. Hey, sit. Hey. Good. അല്ല, ഗംഗ എവിടെ? ക്ലാസ്സിലാ. അത് കൊള്ളാം. സോങ് പ്രാക്ടീസ് ചെയ്യവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ? ഞങ്ങൾ ഇന്ന് പോണോ? ഇന്ന ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളവിളാന്ന്. സാർ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ ചെല്. The middle ear is an air-filled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ, Yes? സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ചെയ്യാൻ നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ട. ബെസ്റ്റ് ഐഡിയ. നന്ദേട്ട, അതെ. ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു എന്ന് കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ ഒരു രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് എന്നെ ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ?